താങ്ക് യു എവരി വൺ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഏറ്റവും ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു പോസ്റ്റ്, അതേക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ആ ചിന്തയിലേക്ക് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് ഒരു ആ പോസ്റ്റ് നിങ്ങൾ മിക്ക ആളുകളും കണ്ടു കാണും. പായിപ്പാട് ഒരു ബാർബർ ഷോപ്പിൽ ബൈബിള് ഷേവിങ്ങിന് ഉപയോഗിച്ചു. ഇതാണ് സംഭവം. ഇതാണ് നിങ്ങൾ കാണാത്തവര് കാണുക. കണ്ട, അപ്പം ഇതാണ് ബൈബിള് കീറി ഷേവിങ്ങിന് ഉപയോഗിക്കുന്നു. ഷേവിംഗ് ക്രീം ഒപ്പിയെടുക്കാൻ വേണ്ടി ബൈബിളിന്റെ പേപ്പറുകൾ ഉപയോഗിക്കുന്നു. ഞാനിത് ലൈവ് വീഡിയോയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കോഴിക്കോട്ട് അങ്ങാടിയിൽ എൻ്റെ ഒരു സുഹൃത്ത് ബൈബിളിൽ നിലക്കടല പൊതിഞ്ഞു കിട്ടി. നിലക്കടല പൊതിയാൻ ഉപയോഗിക്കുന്നു. അത് ഗിഡയൻസ് ഇന്റർനാഷണലുകാരെ വ്യാപകമായിട്ട് അച്ചടിച്ച് ഫ്രീ ആയി വിതരണം ചെയ്യുന്ന പുസ്തകം കെട്ടുകണക്കിന് വെച്ച് അവരത് ഉപയോഗിക്കുന്നു. അതിനെ ശക്തമായി അപലപിച്ചിട്ടുള്ളതാണ്. ഏതിനെയാ? കടല പൊതിഞ്ഞതിനെയല്ല അപലപിച്ചത്. ബാർബർ ക്രീം തേക്കുന്നതിനല്ല അപലപിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് അച്ചടിച്ച് വിതരണം ചെയ്തതിനെയാണ് അപലപിച്ചത്. ഇത് 2-3 ചിന്തകൾ പ്രധാനമായിട്ടുണ്ട്. ഒന്നാമത്തെ വളരെ പെട്ടെന്ന് കടന്നു പോവാണ്. ഒന്നാമത്തെ ചിന്ത, ഈ പുതിയ നിയമം, പുതിയ ഉടമ്പടി, ദാറ്റ് വാസ് എൻറ്റയർലി ഡിഫറൻറ്റ്. പഴയ നിയമം എന്ന് പറയുമ്പോൾ അത് അക്ഷരത്തിന്റെ നിയമമാണ്, കല്ലിൽ കൊത്തിയ നിയമം. അത് മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് കൊടുത്ത നിയമമാണ്. അത് അക്ഷരത്തിൽ കല്ലിൽ കൊത്തിയ ഒരു നിയമമാണ്. എന്നാൽ പുതിയ നിയമം, ഒന്നാമത്തെ നിയമം കിട്ടിയതിനെയാണ് പെന്തക്കോസ്ത് പെരുന്നാളായിട്ട് ഇസ്രായേൽ ആഘോഷിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനും ഉയർപ്പിനും ശേഷം വന്ന പെന്തക്കോസ്ത് പെരുന്നാളിൽ പുതിയ നിയമം, പരിശുദ്ധാത്മാവ് വരികയാണ്. ആ പുതിയ നിയമം വരുന്നതിനെ കുറിച്ച് യിരെമ്യാ പ്രവാചകൻ 31-ാം അധ്യായത്തിൽ പ്രവചിച്ചത്, ഞാൻ ഇനി നിങ്ങളോട് പുതിയ ഒരു നിയമം ചെയ്യും, അത് ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പൊ ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും. അതാണ് പുതിയ നിയമം. അത് പരിശുദ്ധ റൂഹ വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതാണ് കൊരിന്ത്യ ലേഖനം അപ്പോസ്തലനായ പൗലൂസ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് ബൈബിള് ബാർബർ കീറി ഷേവിംഗ് ക്രീം തേക്കാൻ ഉപയോഗിച്ചതിൽ മനപ്രയാസമുള്ളവരും രോഷമുള്ളവരും അല്ലെങ്കിൽ വേദനയുള്ളവരും ഒക്കെ ഈ ഭാഗം തുറന്നു വായിക്കുക. 2 കൊരിന്ത്യർ 3-ാം അധ്യായം, 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്, എന്നെ കേൾക്കുന്ന നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? സുവിശേഷ വേലയെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? എല്ലാവരും സുവിശേഷം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? കർത്താവായ യേശുക്രിസ്തു ഒരു കടലാസിലും ഒന്നും എഴുതിയില്ല. കർത്താവായ യേശുക്രിസ്തു ഒന്നും എഴുതാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടില്ല, ഒന്നും എഴുതി കൊടുത്തിട്ടില്ല. പുസ്തക പ്രസാദനവും പ്രചാരണവുമല്ല കർത്താവിന്റെ മാധ്യമം. അത് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു. അത് യിരെമ്യാ പ്രവാചകൻ 31-ാം അധ്യായത്തിൽ പറഞ്ഞതാണെങ്കിലും കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ 3-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറഞ്ഞതാണെങ്കിലും ശരി, ഇനി അന്ത്യ അത്താഴ സമയത്ത് കർത്താവായ യേശു തന്നെ തിരുവായി മൊഴിഞ്ഞ് ഇത് എൻ്റെ ഉടമ്പടിയുടെ രക്തമാണ് എന്ന് പറഞ്ഞതാണെങ്കിലും ശരി. അപ്പം മാംസവും രക്തവുമാണ് യേശുവിന്റെ മെസ്സേജ്. അത് ലിവിങ് ഗോസ്പലാണ്, ജീവനുള്ള സുവിശേഷമാണ്. അപ്പൊ ആ ജീവനുള്ള സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടുന്നതാണ് പത്രം. അതാണ് എല്ലാവരും വായിക്കുന്ന പത്രം. അപ്പൊ ആ ബാർബറുടെ കയ്യില് ഈ ബൈബിള് കൊണ്ട് കൊടുത്തത്
4 മക്കളുണ്ടെങ്കിൽ 4 പേർക്കും എല്ലാ വർഷവും സ്കൂളിൽ നിന്ന് ബൈബിൾ കിട്ടുകയാണ്. ഇതെല്ലാം കൊണ്ട് അവരെന്ത് ചെയ്യാൻ? പിന്നെ അവർക്കുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് ഈ കാര്യത്തിന് ഉപയോഗിക്കാനും അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ബൈബിൾ കൊടുക്കുകയോ ട്രാക്റ്റ് കൊടുക്കുകയോ ചെയ്യാതെ നിങ്ങളിൽ ക്രിസ്തുവിനെ കാണാൻ അവർക്ക് സാധിക്കണം. അതാണ് സുവിശേഷീകരണം, അതാണ് മിഷൻ ദൗത്യം. അപ്പൊ അത് പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് ഈസി വേ, എളുപ്പമാർഗത്തിൽ കടലാസ് കൊടുത്ത് കാര്യം സാധിക്കാൻ നോക്കുകയാണ്. അപ്പൊ കർത്താവിനെ കടലാസ് കൊടുത്ത് കാര്യം സാധിക്കാൻ നോക്കുന്നു. അത് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത, ഈ കാര്യത്തിൽ തിരുവെഴുത്തിനെ ബഹുമാനിക്കുന്ന സഭകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ സുറിയാനി സഭകൾ തിരുവെഴുത്തിനെ വളരെ ബഹുമാനിക്കുന്നു. അവർ മദ്ബഹായിൽ വളരെ പൂജനീയ വസ്തുവായിട്ട് തിരുവെഴുത്തിനെ വെക്കുന്നു. അങ്ങനെയുള്ള സഭകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ഈ കാഴ്ച കാണുമ്പോൾ ദുഃഖമുണ്ട്. കാരണം തങ്ങൾ പരമപവിത്രമായി പാവനമായി പൂജനീയ വസ്തുവായി കാണുന്ന ആ തിരുവെഴുത്തുകളാണല്ലോ ഈ ചവിട്ടി വെതിക്കപ്പെടുന്നതും ബാർബർ ഷോപ്പിൽ ക്രീം തേക്കുന്നതും എന്നൊരു ചിന്ത കാണും. എന്നാൽ അങ്ങനെയുള്ള സഭാവിഭാഗത്തിൽപ്പെട്ടവർ ഒട്ടും തന്നെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അടിമുടി തിരുത്തപ്പെട്ട ബൈബിളാണ്. തിരുത്തപ്പെട്ടതാണെങ്കിലും ബൈബിൾ അല്ലേ എന്ന് പറയാം. അപ്പൊ നമ്മളൊരു കറൻസി നോട്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കറൻസി നോട്ടിൽ കുറച്ച് അക്ഷരപ്പശുവും ചില മാർക്കിംഗ് ഒക്കെ മാറ്റവും ഉണ്ടെങ്കിൽ അതൊരിക്കലും വാലിഡ് അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അങ്ങനെ ഒരു നോട്ട് കണ്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കത്തിച്ചു കളയാണ് വേണ്ടത്. കത്തിച്ചു കളയാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. അതുപോലെ തങ്ങളുടെ വികലമായ ഉപദേശത്തെ സ്ഥാപിക്കാൻ വേണ്ടി പല ഭാഗത്തും ബോധപൂർവം തിരുത്തലുകൾ വരുത്തിയിട്ടുള്ള ബൈബിളിന്റെ പ്രതിയാണ് അവിടെ ആ ബാർബർ ഷോപ്പിൽ ഇരിക്കുന്നത്. അസത്യവേദ പുസ്തകമാണ്. അപ്പം അതിനകത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അത് തിരുത്തപ്പെട്ട വികലമാക്കപ്പെട്ട ഒരു പുസ്തകം. ദാറ്റ്സ് ഇറ്റ്. അതിന്റെ ഉത്തരവാദികൾ പ്രൊട്ടസ്റ്റന്റ് വേൾഡ് ആണ്. ഞാൻ മനഃപൂർവ്വം കുറ്റം പറയുന്നതല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ 2 കാര്യം പറഞ്ഞു. നിങ്ങൾ യഥാർത്ഥ സുവിശേഷം പറയുന്നതിന് പകരം ലിറ്ററേച്ചർ മിനിസ്ട്രി എന്ന പേരിൽ വെറുതെ മറ്റാളുകളെ കൊണ്ട് പറയിക്കാൻ വേണ്ടി ഈ പുസ്തകം പ്രിന്റ് ചെയ്തും ട്രാക്റ്റ് പ്രിന്റ് ചെയ്തും എല്ലായിടത്തും കൊണ്ട് കൊടുത്ത് ഇതിനെന്തോ ഒരു അത്ഭുത ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിങ്ങനെ നീട്ടി കാണിക്കുക, തലയണ കീഴെ വെക്കുക, ഇത് വെച്ച് കുത്തുക, ഇത് വെച്ച് ഇത് ചെല്ലുന്നിടത്ത് കണ്ട് അത്ഭുതം സംഭവിക്കും എന്നൊക്കെ അങ്ങ് ചിന്തിക്കുകയാണ്. അത് അബദ്ധമാണ്. ഇങ്ങനൊരു പുസ്തകം ചെല്ലുന്നിടത്ത് ഒരത്ഭുതവും സംഭവിക്കത്തില്ല. മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് മിറക്കിൾസ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻ മിറക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റു മനുഷ്യരെ സ്നേഹിക്കുമ്പോഴാണ് സംഭവിക്കേണ്ടത്. ആ മിറക്കിൾസ് നിങ്ങളുടെ ചുറ്റും നടക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിമയായി രൂപാന്തരപ്പെടണം. അപ്പൊ അതിന് വില്ലിങ് ആണോ അല്ലയോ? അതിന് നമ്മൾ ഒരിക്കലും വില്ലിങ് ആകാൻ നമ്മുടെ ജഡം സമ്മതിക്കത്തില്ല. ഇപ്പൊ ലോകം, ജഡം, പിശാച് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജഡം, നമ്മുടെ നിഗളം, നമ്മുടെ സ്വയം, ഇതൊന്നും അതിനെ അനുവദിക്കത്തില്ല ക്രിസ്തു നമ്മളിൽ വെളിപ്പെടാൻ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ വാഞ്ചിക്കേണ്ടതും നമ്മൾ അധ്വാനിക്കേണ്ടതും ഇതെല്ലാം നമ്മിൽ ക്രിസ്തു വെളിപ്പെടുവാനാണ്. അല്ലാതെ അയൽപക്കംകാരനെ മതം മാറ്റാനല്ല. അപ്പൊ അയൽക്കാരനെ മതം മാറ്റാനുള്ള ആഗ്രഹങ്ങളിൽ നിന്നും അധ്വാനങ്ങളിൽ നിന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ ക്രൈസ്തവരും പിന്മാറണമെന്ന് സ്നേഹബുദ്ധിയ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷ വേല എന്ന പേരിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് അതിഹീനമായ മതപരിവർത്തന പരിശ്രമത്തിലാണ്. പിന്നെയും ഞാൻ പറയുന്നു, നിങ്ങൾ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നവരാണ്. നിങ്ങളെ തല്ലിയാലും നിങ്ങളെ എന്തു ചെയ്താലും ദൈവമായ കർത്താവ് അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരത്തില്ല. കാരണം കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത്. കർത്താവിന്റെ നിയോഗത്തിലല്ല നിങ്ങൾ ചലിക്കുന്നത്. നിങ്ങൾ നടത്തുന്നത് മതപരിവർത്തന പരിശ്രമമാണ്. ഹീനവും കുൽസിതവും കുടിലവും ജുഗുപ്സാവഹവുമായിരിക്കുന്ന മതപരിവർത്തന പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങൾ സ്വയം കർത്താവിന്റെ അന്ത്യനിയോഗ കൽപ്പന പൂർത്തീകരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ വിശ്വസിപ്പിച്ച് സ്വയം വഞ്ചിക്കുകയാണ്. നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. കേരളത്തിലെ ഇവാഞ്ചലിക്കൽ വേൾഡിൽ സുവിശേഷ വേല എന്ന ഏറ്റവും വൃത്തികെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടതല്ല, ദാറ്റ് ഈസ് ഗ്ലോറിയസ്, അത് വളരെ ശ്രേഷ്ഠമാണ്. പക്ഷെ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് സുവിശേഷ വേല എന്ന വ്യാജേന നിങ്ങളെ തന്നെ വഞ്ചിച്ചുകൊണ്ട് ചെയ്യുന്നത് മതപരിവർത്തന പ്രവർത്തനമാണ്.
അതിൽ നിന്ന് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്മാറണം. ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കണ്ടത്. നിങ്ങൾക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ ആ ക്രിസ്തുവിനെ കടലാസിൽ അച്ചടിച്ചല്ല കൊടുക്കേണ്ടത്. കടലാസിൽ അച്ചടിച്ചല്ല ക്രിസ്തുവിനെ കൊടുക്കേണ്ടത്. നിങ്ങളിൽ വെളിപ്പെടണം ക്രിസ്തു. അതാണ് എഴുതിയിരിക്കുന്നത്. ഇതിപ്പം നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാ മനുഷ്യരും വായിക്കുന്ന ആ പത്രം നിങ്ങളാണ്. സകല മനുഷ്യരും വായിക്കുന്ന പത്രം നിങ്ങളാണ്. അപ്പൊ ട്രാക്ട് കൊടുത്തിട്ട് കാര്യമില്ല. പുതിയ നിയമത്തിന്റെ പ്രതികളായിരുന്നു പണ്ട് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ പൈസ ആയി കഴിഞ്ഞപ്പോ കുറെ കൂടെ അഡ്വാൻസ് ആയിട്ട് ഫുൾ ബൈബിൾ കൊണ്ട് കൊടുക്കുകയാണ്. ഫുൾ ബൈബിൾ ഒരാൾക്ക് കൊണ്ട് ഈ ബൈബിൾ കൊടുത്തിട്ട് എന്ത് അയാൾ വായിച്ചിട്ട് എന്ത് മനസ്സിലാക്കാനാ? ഇത് എവിടം തുറങ്ങണം, എന്ത് വായിക്കണം? തുറന്നു വായിക്കുമ്പം നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ച് കളയുന്നവൻ ഭാഗ്യവാൻ. ഫസ്റ്റ് സാധനമല്ലേ. ഇതെല്ലാം തിരുവെഴുത്താണ്. ഇത് ശരിയായ വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്, റൈറ്റ്ലി ഡിവൈഡ് ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും പബ്ലിക്കിന് കൊടുക്കാനുള്ള ഒരു പുസ്തകമല്ല ഇത്. ഇതുകൊണ്ട് പൊതുജനങ്ങൾക്ക് കൊടുത്തിട്ട് ഒരാവശ്യമില്ല. പൊതുജനങ്ങൾക്ക് കൊണ്ട് ലിറ്ററേച്ചർ കൊടുത്തിട്ട് ആവശ്യമില്ല. പൊതുജനങ്ങൾ നിങ്ങളിൽ ക്രിസ്തുവിനെ കാണാൻ നിങ്ങൾ അനുവദിക്കണം. എല്ലാ മനുഷ്യരിലും ക്രിസ്തുവുണ്ട്, നിങ്ങളിൽ ക്രിസ്തുവുണ്ട്. നിങ്ങളിലിരിക്കുന്ന ക്രിസ്തു മറഞ്ഞിരിക്കുന്നു. നിങ്ങളിലിരിക്കുന്ന ക്രിസ്തു മറഞ്ഞിരിക്കുന്നു. ആ മറഞ്ഞിരിക്കുന്ന ക്രിസ്തു വെളിപ്പെടാൻ അതിനാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനാണ് സുറിയാനി സഭയുടെ പ്രാർത്ഥനയിൽ ഈ കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. അത് കൂടോത്ര മന്ത്രവാദമൊന്നും അല്ല. കർത്താവെ കരുണ ചെയ്യണമേ, ഹാവ് മേഴ്സി അപ്പോൺ മീ ലോർഡ്, ഹാവ് മേഴ്സി അപ്പോൺ മീ ലോർഡ്, ഹാവ് മേഴ്സി അപ്പോൺ മീ ലോർഡ്, ഐ ആം എ സിന്നർ. അപ്പൊ അതുകൊണ്ടാണ് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും. എന്താണ് കടം? കടം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ അറിയേണ്ടുന്ന നന്മ ചെയ്യാതിരിക്കുന്നത്. ചെയ്യേണ്ട നന്മ അറിഞ്ഞിരുന്നിട്ടും അത് ചെയ്യാത്തത്, ചെയ്യേണ്ട നന്മ അറിഞ്ഞിരുന്നിട്ടും അത് ചെയ്യാത്തത്, അത് നമ്മുടെ കടമാണ്. അപ്പൊ നമ്മളെല്ലാം കടക്കാരാണ്. നിങ്ങൾ കടക്കാരാണ്. നമ്മുടെ രാവിലത്തെ ക്ലാസ്സിലിരിക്കുന്ന പല ആളുകളും ഇവിടെ ഈ ടൈമിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ താങ്ക് യു. അപ്പം നമ്മൾ ചെയ്യേണ്ട നന്മ അറിഞ്ഞിരുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണത്, കടമാണ്. അപ്പൊ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും. എന്താണ് പാപം? വിഗ്രഹാരാധന പാപമാണ്. എന്താണ് വിഗ്രഹാരാധന? പുതിയ നിയമത്തിന്റെ ഭാഷയിൽ ദ്രവ്യാഗ്രഹമാണ് വിഗ്രഹാരാധന. ദ്രവ്യാസക്തിയാണ്, ധനസമ്പാദന വ്യഗ്രതയാണ് വിഗ്രഹാരാധന. അപ്പൊ വിഗ്രഹാരാധനയ്ക്കെതിരായിട്ട് കത്തോലിക്ക പള്ളികളിൽ രൂപങ്ങൾ ഇരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തി കത്തോലിക്കരെല്ലാം കുഴപ്പക്കാരാണെന്ന് പ്രസംഗിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ പ്രാവശ്യം വിമാനം കയറാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോഴും ദ്രവ്യാസക്തിയാണ് അവനെ അതിലേക്ക് നയിക്കുന്നത്. അപ്പൊ ലഭിക്കുന്ന നന്മ കൂട്ടുവിശ്വാസികൾക്കോ സാധുക്കൾക്കോ പങ്കുവെച്ചു കൊടുക്കത്തുമില്ല. അപ്പൊ അത് കൊടും വിഗ്രഹാരാധനയാണ്. അപ്പൊ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യല്ല, പക്ഷെ നമ്മൾ സ്വയം പരിശോധിക്കണം വിഗ്രഹാരാധനയാണോ എന്ന്. തിരുവെഴുത്താണ് നിങ്ങളുടെ ആധാരം എന്ന് നിങ്ങൾ പറയുന്നു. ഈ ബൈബിളാണ് നിങ്ങളുടെ ആധാരമെങ്കിൽ ഇതേ ബൈബിൾ നിങ്ങളോട് പറയുന്നു ദ്രവ്യാഗ്രഹമാണ് വിഗ്രഹാരാധന. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ. പുതിയ നിയമത്തിൽ ഒരിടത്തും നീ രൂപം ഉണ്ടാക്കരുത് എഴുതി വെച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ എന്നെ കാണിക്കേ. എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇപ്പം 62 പേര് കണ്ടോണ്ടിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കും. പക്ഷെ ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാണെന്നുണ്ട്. പണക്കൊതിയന്മാരായ പാസ്റ്റർമാരായാലും വിശ്വാസികളായാലും അവർ ചെയ്യുന്നത് വിഗ്രഹാരാധനയാണ്. അപ്പൊ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും. അപ്പൊ നമ്മളിൽ വന്നു കൂടുന്ന പാപങ്ങൾ നിമിത്തം നമ്മളിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും 2 ലോകങ്ങളിലുമുള്ള നിരപ്പിനും സമാധാനത്തിനും ഞങ്ങൾ ഇത് അണയ്ക്കുന്നു എന്ന് പരിശുദ്ധ കുർബാന മധ്യേ പ്രാർത്ഥിക്കുന്നത്. എന്താണ് ഈ 2 ലോകങ്ങളിലും നിരപ്പിനും സമാധാനത്തിനും? അവിടെയാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. എന്തിനാണ്?
ഒറിജിനൽ ഇമേജിനെ അയക്കുകയാണ്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ദൈവത്തിന്റെ ഇമേജിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഇമേജ് എന്താണ്? സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. അപ്പൊ ദൈവം സ്നേഹമാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ആയിട്ടുള്ള സ്നേഹബന്ധത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ സ്വരൂപമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ സ്വാർത്ഥത അവിടേക്ക് പ്രവേശിച്ചു. പാപം മാനവരാശിയിൽ വന്നു. ആ സ്വരൂപം വികലമായി പോയി, അത് വിരൂപമായി പോയി, സ്വരൂപം നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ സ്വരൂപം നഷ്ടപ്പെട്ട മനുഷ്യനിൽ പ്രശ്നങ്ങൾ എടുത്തു. അങ്ങനെ മാനവരാശിയിൽ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നകലുഷിതമായ മാനവരാശിയിലേക്ക് വീണ്ടും ദൈവം എന്ത് ചെയ്യാണ്? ആ സ്വരൂപത്തിൽ പുത്രനെ അയക്കുകയാണ്. ഗോഡ് സെൻഡ് ഹിസ് സൺ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് എഫേസ്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അവന്റെ വിളിയാലുള്ള ആശ ആരുടെയാണ്? യേശുവിന്റെ, പുത്രന്റെ വിളിയാലുള്ള ആശ. ആ വിളിയാലുള്ള ആശ, പുത്രന്റെ വിളി എന്തിനുള്ള വിളിയാണ്? മനുഷ്യനാകാനുള്ള വിളി. മാനവരൂപം സ്വയമേറ്റു. മാനവരൂപമേക്കാനുള്ള ആ വിളി അതിലൊരാശ ഉണ്ടായിരുന്നു. യേശു മനുഷ്യനായത്, അഥവാ പുത്രൻ തമ്പുരാൻ മനുഷ്യനായതിന്റെ പിന്നിലത്തെ ആശ. പുത്രൻ തമ്പുരാൻ മനുഷ്യനാകുന്നത് എന്തിനാണ്? ഒറിജിനൽ ആദാമിന് നഷ്ടപ്പെട്ടു പോയ ദൈവ സ്വരൂപവുമായി ഇറങ്ങി വരികയാണ്. മനുഷ്യനോട് താതാത്മ്യപ്പെടുകയാണ്. അതാണ് യേശുവിന്റെ സ്നാനത്തിൽ സംഭവിച്ചത്. യേശു മനുഷ്യരോട് താതാത്മ്യപ്പെട്ടു. അതായത് നമുക്ക് സ്വരൂപം നഷ്ടപ്പെട്ടു. മനുഷ്യർക്ക് ആ സ്വരൂപവുമായി ക്രിസ്തു വന്നു. ക്രിസ്തു വന്നിട്ട് പാപികളായ മനുഷ്യർ ലൈൻ നിന്ന് വരി നിന്ന് സ്നാനപ്പെടുന്ന ആ കടവിൽ വന്ന് മനുഷ്യരിൽ ഒരാളായി ഏകീഭവിച്ച് നമ്മെപ്പോലെ അവനായി, നമ്മെപ്പോലെ ആകേണ്ടതിന് അവൻ സ്നാനമേറ്റു. നമ്മെപ്പോലെ ആകാൻ സ്നാനമേറ്റ് നമ്മിൽ ഒരാളായി മാറി. അതാണ് സുവിശേഷം. ദയവായി മനസ്സിലാക്കുക എന്താണ് സുവിശേഷമെന്ന്. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഞങ്ങൾ നിരന്തരമായി ഈ ലൈവ് വീഡിയോകളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാത്തരം തെറ്റിദ്ധാരണകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരുടെയും മറ്റു മതവിഭാഗങ്ങളുടെയും തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടിയാണ്. എന്താണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പഠിപ്പിച്ചത്? എന്താണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ചെയ്തത്? എന്താണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്? എന്താണ് ആദിമസഭ ഗ്രഹിച്ചത്? അതേ ആ വിശ്വാസം സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നുള്ള നഗറ്റ്സ് ആണ് ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. സോ ഗോഡ് സെൻഡ് ഹിസ് സൺ ബിക്കോസ് ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ ദൈവം സ്നേഹിച്ചു ഈ ലോകം. പക്ഷെ മനുഷ്യർ പരസ്പരം കലഹിക്കുകയും സ്വാർത്ഥതയും അസൂയയും നിഗളവും, അത് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന പേരിൽ കുറച്ചൊക്കെ പൗലോസ് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ചു, മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ചു. അപ്പോൾ സ്വരൂപം നഷ്ടപ്പെട്ട മനുഷ്യരാണ്.
എന്നാൽ ആ സ്വരൂപത്തിൽ വന്ന് നിന്നുകൊണ്ട് പുത്രൻ തമ്പുരാൻ പറയുകയാണ്, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം എന്ന് പറഞ്ഞാൽ ട്രിനിറ്റേറിയൻ ലവ് റിലേഷൻഷിപ്പ്, അതിന്റെ റിഫ്ലക്ഷൻ ഓൾ ഹ്യൂമാനിറ്റിയിൽ വരണം എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. അപ്പൊ അവിടെ സ്വാർത്ഥത മാറുക, നിഗളം മാറുക, അസൂയ മാറുക. അപ്പൊ സ്വാർത്ഥതയും നിഗളവും അസൂയയും മനുഷ്യരിൽ നിന്ന് മാറുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങും, അവർ തമ്മിൽ ഐക്യപ്പെടാൻ തുടങ്ങും, അവിടെ ദൈവരാജ്യം വെളിപ്പെടും. അപ്പൊ ഈ ദൈവരാജ്യം ഏതു മതസ്ഥരുടെ ഇടയിലും വെളിപ്പെടാം, ഏത് മതസ്ഥരുടെ. അത് മുസ്ലിം സഹോദരങ്ങൾ അവര് സ്നേഹത്തിലും ഐക്യത്തിലും സമഭാവനയിലും സാഹോദര്യത്തിലും പങ്കുവെക്കലിലും മുഴുകുമ്പോൾ അവിടെയാണ് ദൈവരാജ്യം. അതാണ് കിങ്ഡം ഓഫ് ഗോഡ്. അല്ലാതെ റിലീജിയസ് ഫനാറ്റിസം അല്ല. കൃത്യമായിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാലൊന്നും അല്ല ദൈവരാജ്യം വരുന്നത്. അത് മതഭ്രാന്താണ്. അതാണ് ചില ആളുകൾ ഇരുന്ന് ഒരിക്കൽ സ്നാനപ്പെട്ട ആളുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് മുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ട് നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് മുക്കുന്നേ വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ. ഇതൊന്നും കർത്താവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. കർത്താവുമായിട്ട് ബന്ധപ്പെട്ടത് മനുഷ്യന്റെ റിസ്റ്റോറേഷനാണ്. മനുഷ്യന്റെ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ യഥാസ്ഥാപനം. ദൈവം ഒറിജിനലി മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചോ ആ സൃഷ്ടിയിൽ നിന്ന് വ്യതിചലിച്ച് വിരൂപമാക്കപ്പെട്ടു പോയ മനുഷ്യന് ആ സ്വരൂപത്തെ തിരികെ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. അവൻ ആ സ്വരൂപമായി വെളിപ്പെട്ടു. ആ സ്വരൂപത്തിലേക്കുള്ള യാത്ര, അതാണ് ആത്മീക യാത്ര. ആ സ്വരൂപത്തെ തിരികെ പ്രാപിക്കുക. എത്രത്തോളം നമുക്ക് ആ സ്വരൂപത്തെ തിരികെ പ്രാപിപ്പാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മുടെ ആത്മീക വളർച്ചയുടെ അളവുകോൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നു, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. ഒരുപക്ഷെ യുക്തിവാദികളുടെ ഇടയിലായിരിക്കും ദൈവരാജ്യം ശക്തിയോടെ പ്രബലപ്പെടുന്നത്. ഒരു യുക്തിവാദിയായ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പെട്ടെന്നൊരു അത്യാഹിതമുണ്ടായി, അല്ലെങ്കിൽ ഒരു മാരകമായ രോഗമുണ്ടായി, ചികിത്സയ്ക്ക് അടിയന്തരമായിട്ട് പണം വേണം, 20 ലക്ഷം രൂപ വേണം. ആ യുക്തിവാദി സുഹൃത്തുക്കൾ അവിടെ എല്ലാം നടക്കുന്നു, പിരിവെടുക്കുന്നു, അവർ കളക്ട് ചെയ്യുന്നു. അത്യാവശ്യം വേണ്ടി വന്ന ബ്ലഡ് പോലും കൊടുത്ത് ചെറുപ്പക്കാർ പണം ഉണ്ടാക്കി ആ ഫണ്ട് ഉണ്ടാക്കുന്നു. ആ ചികിത്സയ്ക്ക് വേണ്ടി ആ പണം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു, ആ ട്രീറ്റ് ചെയ്യുന്നു, ആ കുഞ്ഞ് രക്ഷപ്പെടുന്നു. അവർ ആ കുടുംബത്തിൽ ഒരു ആശ്വാസം, ആ കുഞ്ഞിന്റെ കണ്ണിൽ പ്രതീക്ഷയുടെ പുതിയ തിളക്കം. അവിടെ ദൈവരാജ്യം വെളിപ്പെടുകയാണ്. ഇവിടെ മൂത്ത ക്രിസ്ത്യാനിയാണ്, ഇവിടെ ചികിത്സയ്ക്ക് പണമില്ല, അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുള്ള പാസ്റ്ററും കോടിക്കണക്കിന് രൂപയുള്ള വിശ്വാസിയും ഈ പാവപ്പെട്ടവനെ പരിഹസിച്ച് അവന്റെ കട്ടലിന് ചുറ്റും വരുന്നു, ഹല്ലേലൂയ, സ്വോത്രം 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 എന്ന് പറയുമ്പോൾ അവിടെ സാത്താന്റെ രാജ്യം വെളിപ്പെടും. യേശു ക്രിസ്തുവിന്റെ നാമമൊക്കെ ആയിരിക്കും, കൃത്യനാമമായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ദൈവരാജ്യം. ഞാൻ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്നോർത്താണ്. അപ്പൊ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നൊന്നും അല്ല. കർത്താവ് ആകാശക്കപ്പലെ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. കർത്താവ് അങ്ങനെ ആകാശക്കപ്പലെ വരത്തില്ല. കർത്താവ് കൽപ്പന തന്നിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം ഉണ്ടാകും. ദൈവരാജ്യം എവിടെയാണെന്ന് വെച്ചാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇടയിലുള്ള ദൈവരാജ്യത്തെ, അപ്പൊ ആരാണ് ഈ ദൈവരാജ്യത്തെ ഡെവലപ്പ് ചെയ്യുന്നത്? കർത്താവിന്റെ പേര് എടുത്തു പറയുന്നവരല്ല. അത് വ്യക്തമായിട്ട് യേശു പറയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. മത്തായി സുവിശേഷം 7:21 റെഫറൻസ് വേണ്ടവർ. അപ്പൊ എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. എന്താണ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം? നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാകേണ്ടതിന് സൽഗുണപൂർണരായിരിപ്പി. എന്റെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണപൂർണരായിരിപ്പി. അപ്പൊ ഈ സൽഗുണപൂർത്തിയിലേക്കുള്ള നിർദ്ദേശങ്ങൾ, ഈ സൽഗുണപൂർത്തിയിലേക്കുള്ള ആഹ്വാനങ്ങൾ മിക്ക മതങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ആ ആഹ്വാനങ്ങൾക്ക് ചെവി കൊടുക്കുകയാണ്. അല്ലാതെ മതപ്രബോധനങ്ങൾക്ക് ചെവി കൊടുത്ത് മതത്തിന്റെ തിരുവെഴുത്തുകളെ മുറുകെ പിടിച്ച് അതിന്റെ പിടിവാശികളിൽ തൂങ്ങി നിൽക്കുമ്പോൾ ഒരു ദൈവവും അവിടെ പ്രസാദിക്കുന്നില്ല. അപ്പൊ മതസംഹിതകളെ ഹൈലൈറ്റ് ചെയ്തിട്ട് മതപ്രചരണം നടത്തുകയാണ്. അപ്പൊ അതിനൊരു ഉപാധിയാണ് ബൈബിൾ. അതുകൊണ്ട് ബൈബിൾ പ്രചരിപ്പിക്കുന്നതിലോ ബൈബിൾ വിതരണം ചെയ്യുന്നതിലോ അർത്ഥമില്ല.
നിങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പത്രം, ആ പത്രമാണ് ക്രിസ്തുവിന്റെ പത്രം. ആ പത്രമാണ് ലോകം വായിക്കേണ്ടത്. ഇതാണ് ട്രൂ ഗോസ്പൽ, ഇതാണ് ഒറിജിനൽ ഇന്റൻഷൻ, അതാണ് കർത്താവിന്റെ നിയോഗത്തിന്റെ പിന്നിലുള്ള രഹസ്യം. അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മളെ പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുക. അപ്പൊ ഇത് ദൈവം തന്റെ പുത്രനെ അയച്ചപ്പോൾ ആ പുത്രൻ സ്വരൂപത്തോടെ വന്ന് മനുഷ്യരാശിയോട് അനുരൂപമായി തീർന്ന് തന്റെ സ്വരൂപത്തെ മനുഷ്യരിലേക്ക് നൽകുവാൻ അവൻ സ്നാനമേറ്റു. അവന്റെ ആ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ നമ്മൾ സ്നാനമേൽക്കുന്നത്. അതാണ് ക്രൈസ്തവ സ്നാനത്തിന്റെ തന്നെ അടിസ്ഥാനം. ക്രിസ്തീയ സ്നാനം തന്നെ അതാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. ആ അർത്ഥം ഗ്രഹിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുവിശേഷ വേല എന്നത് മതപ്രചരണമല്ല. സുവിശേഷ വേല എന്നത് മതപ്രചരണമല്ല. ആർക്കൊക്കെയാണ് സുവിശേഷ വേല ചെയ്യാൻ താല്പര്യം? നമ്മൾ സുവിശേഷ വേല എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, പാട്ട് പാടുക, അല്ലെങ്കിൽ പിന്നെ ട്രാക്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് പണം ഉണ്ടാക്കുക. സുവിശേഷ വേല ചെയ്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം. പക്ഷെ അത് സുവിശേഷ വേലയല്ല. മതപ്രചരണം നടത്തിയാൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം. സുവിശേഷ വേല എന്നാൽ നിങ്ങൾ ജീവിക്കുന്ന ആ എൻവയോൺമെന്റിൽ നിങ്ങൾ ഒരു ക്രിസ്തുവായി മാറുക എന്നതാണ് സുവിശേഷം. പിന്നെയും ഞാൻ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ജീവിക്കുന്ന ആ എൻവയോൺമെന്റിൽ നിങ്ങൾ ഒരു ക്രിസ്തുവായി മാറുക എന്നുള്ളതാണ് സുവിശേഷ വേല. ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. മതപ്രചരണമാണ് ഈസി. അതാണ് ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എപ്പോഴും പറയുന്നതല്ല, പൗരസ്ത്യ സുവിശേഷവും പാശ്ചാത്യ സുവിശേഷ വേർഷൻ. അപ്പൊ പാശ്ചാത്യർ നോക്കിക്കഴിഞ്ഞപ്പം ഇതൊന്നും അവർക്ക് പറ്റത്തില്ല. സായിപ്പുമാര് അവര് മതപ്രചരണത്തിന് അവര് കുറച്ച് ബൈബിൾ പ്രിന്റ് ചെയ്തു, കുറച്ച് ട്രാക്ട് പ്രിന്റ് ചെയ്തു, കുറച്ച് ഉപദേശം പ്രിന്റ് ചെയ്തു, പോയ സ്ഥലത്ത് മുഴുവൻ കൊള്ളയും കൊള്ളിവെപ്പ് നടത്തി, പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തു, ആളുകളെ അടിമകളാക്കി. സുവിശേഷം ഏറ്റവും കൂടുതൽ വേല നടത്തിയ സ്ഥലം ആഫ്രിക്ക. ആഫ്രിക്കയുടെ സ്ഥിതിയൊക്കെ നിങ്ങൾ ഇന്ന് നോക്ക്. കരിമ്പും കാട്ടിൽ ആന കയറി മേഞ്ഞതുപോലെയാണ് ആ രാജ്യം നശിച്ചു കിടക്കുക. ഇവരുടെ സുവിശേഷ വേല എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആവേശം കൊള്ളുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും സുവിശേഷ വേലയല്ല. സ്റ്റോപ്പ് സെൻഡിങ് സപ്പോർട്ട്സ്. അത് സുവിശേഷ വേലയല്ല. സുവിശേഷം എന്നാൽ ഓരോരുത്തരും താമസിക്കുന്നതിന്, അധിവസിക്കുന്നതിന് ചുറ്റുപാടുകളിൽ വെളിച്ചമായി മാറുക എന്നുള്ളതാണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വെളിച്ചമായി മാറുക. അല്ലാതെ അവിടുന്ന് ഒരു ദൂര സ്ഥലത്തോട്ട് വെച്ച് കെട്ടി സുവിശേഷം അറിയിക്കാൻ പോവാന്ന് പറഞ്ഞ് അവിടെ പോയി അറിയിക്കുന്നല്ല. നിങ്ങൾ ക്രിസ്തുവായി മാറണം. നിങ്ങളിൽ ആ ക്രിസ്തു വെളിപ്പെടണം. ഇതൊക്കെ ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ കഠിനമായി. യെസ്, ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് സുവിശേഷം. അപ്പൊ അതിനാണ് നമ്മൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അതിനാണ് സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. നമ്മെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഇപ്പൊ ചില ആളുകൾ, ഈ ന്യൂ ജനറേഷൻ ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ, കുരിശിലെല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ, പിന്നെ നമ്മൾ എന്തിനാ കരുണയ്ക്ക് വേണ്ടി? കർത്താവ് എല്ലാം കുരിശിൽ ചെയ്തു കഴിഞ്ഞു, ഇറ്റ് ഈസ് എ ഡൺ ഡീൽ എന്ന് തന്നെയാണ് സുറിയാനി സഭ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നത്. അല്ലാതെ അങ്ങനെ മറ്റൊരു പഠിപ്പിക്കലില്ല. പക്ഷെ നമ്മെ സമർപ്പിച്ച് നമ്മളിൽ ആ ക്രിസ്തു വെളിപ്പെടുവാൻ, അതിനാണ് എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ആത്മശരീര മനസ്സുകളാ എന്നുടെ തിരുമുൽ കാഴ്ചകളെ താതസുതാശ്വാസപ്രധനേ അൻപോടു കൈക്കൊണ്ടിടണമേ. അപ്പം എന്റെ ശരീരം, മനസ്സ്, ആത്മാവ് ഇതെല്ലാം താതസുതാശ്വാസപ്രദനെ ത്രിയേക ദൈവത്തോട് പറയുകയാണ്, കൈക്കൊള്ളണമേ. എന്തിനാണ് കൈക്കൊള്ളുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ സ്നേഹബന്ധം, ആ ലവ് റിലേഷൻഷിപ്പ്, ആ ട്രിനിറ്റേറിയൻ ഫാമിലിയിൽ ഞാൻ അംഗമായി ആ ട്രിനിറ്റേറിയൻ ലവിനെ ലോകത്തിന് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കണം. പക്ഷേ ഞാൻ ജഡമയനാണ്, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ, പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ ഞാൻ വസിക്കുന്നു. അപ്പം ഐ കാനോട്ട് റിഫ്ലക്റ്റ് യു. അതാണ് സ്ട്രഗിൾ ആണ്. ഐ കാനോട്ട് റിഫ്ലക്റ്റ് യു. ഐ നോ
യു ആർ ഇൻ മീ, യു ഡ്വെൽസ് ഇൻ മീ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കുന്നു, ട്രിനിറ്റി നമ്മിൽ വസിക്കുന്നു. പക്ഷേ നിയറസ്റ്റ് നെയ്ബറിന് പോലും ആ ട്രിനിറ്റിയെ കാണാൻ കഴിയുന്നില്ല. അവിടെയാണ് ഒരു വിശ്വാസി കരയുന്നത്, അവിടെയാണ് ആത്മതപനം, അവിടെയാണ് നോയിമ്പ്, അവിടെയാണ് ഉപവാസം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെയാണ് പറയുന്നത് കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. കർത്താവെ കരുണ ചെയ്യണമേ, കർത്താവെ കരുണ ചെയ്യണമേ, കർത്താവെ കരുണ ചെയ്യണമേ. കാരണം ക്രിസ്തു എന്നിലുണ്ട്, ക്രിസ്തു നിങ്ങളിലുണ്ട്. പക്ഷെ എന്നിലുള്ള ക്രിസ്തുവിനെ ആർക്കും കാണാൻ കഴിയുന്നില്ല. അതെന്റെ പാപമാണ്. ചെയ്യേണ്ട നന്മ ഞാൻ അറിഞ്ഞിരുന്നിട്ടും ആ നന്മ ഞാൻ ചെയ്തില്ല, അതെന്റെ കടമാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ആരാധനയെ സംബന്ധിക്കുമ്പോൾ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും, കണ്ടോ, അപ്പൊ അവിടെയാണ് കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുന്നത്. നമ്മുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമ്പോൾ നമ്മിലുള്ള ക്രിസ്തുവിനെ ഏറ്റവും നിയറസ്റ്റ് നെയ്ബർ കാണുകയാണ്. ഓരോരുത്തരും ആ ക്രിസ്തുവിനെ കാണുകയാണ്. ഇതാണ് ട്രൂ ഗോസ്പൽ. അതിനൊപ്പിച്ച് നമ്മൾ മതപ്രചരണം നടത്തി ആളുകളെ വെറുപ്പിക്കരുത്, ദേശത്തെ സമാധാനം കളയരുത്. ഈ യഥാർത്ഥ സുവിശേഷവുമായിട്ട് ചെന്നാൽ ഒരാൾക്കും നിരാകരിക്കാൻ കഴിയത്തില്ല. യഥാർത്ഥ സുവിശേഷം, ലവ് യുവർ നെയ്ബർ, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. യേശു കർത്താവ് ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം. ഞാനൊരു പുതിയ സുവിശേഷം പറയും. ഒത്തിരി പേർ എന്നെ പരിഹസിക്കുന്നുണ്ട്, ഞാൻ പുതിയ സുവിശേഷം പറയുന്നു. നോ, വികലമാക്കപ്പെട്ട സുവിശേഷം, അത് വികലമാക്കപ്പെട്ടതാണ് എന്ന് ഞാൻ പറയുന്നു. അതല്ല സുവിശേഷം. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 22 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. തൃശൂർ രൂപതയുടെ പിതാവായി മാർ ജോസഫ് കുണ്ടുകുളം തൃശൂർ രൂപതയുടെ ബിഷപ്പായിട്ടിരിക്കുന്ന സമയത്ത് കുണ്ടുകുളം തിരുമേനി അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണ്. ഒരു മെസ്സേജിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ അരമനയിൽ ഒരു ഹൈന്ദവ കുടുംബം ചെന്നു. ഹൈന്ദവ കുടുംബം ചെന്നിട്ട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് മാമോദിസ വേണം. അപ്പൊ ഈ ഹൈന്ദവ കുടുംബമായിട്ട് വളരെ പ്രാധാന്യം കൊടുത്ത് ബിഷപ്പിനെ കാണാൻ വിട്ടു. അപ്പൊ ബിഷപ്പ് നോക്കിയ ഭാര്യയും ഭർത്താവും 2 പിള്ളേരും നിൽക്കുക. ബിഷപ്പിന് വലിയ പ്രയാസമായി പോയി. കാരണം ഒരു ഹിന്ദു നായർ കുടുംബം വന്നിരിക്കുന്നു. ബിഷപ്പ് ചോദിച്ചു, എന്തിനാ നിങ്ങളിപ്പോ മാമോദിസ സ്വീകരിക്കുന്നത്? സാറിന് നമ്മൾ ഈ കത്തോലിക്ക സഭകൾ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞുള്ള വ്യത്യാസം അത്. ഓർത്തഡോക്സ് പള്ളിയിൽ ചെന്നാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. കാരണം അടുത്ത ഇടയ്ക്ക് ഒരാള് ഓർത്തഡോക്സ് സഭയിൽ ചേരാൻ താല്പര്യപ്പെട്ടപ്പോ, ഞാൻ ഓർത്തഡോക്സ് സഭയിൽ എന്നെ എടുത്ത് ഒന്നിച്ചു പറഞ്ഞു, എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു ബിഷപ്പിനെ വിളിച്ചു. ബിഷപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നുപോലെ നിങ്ങളുടെ അടുത്തുണ്ട് ഒരു ആൾക്കിങ്ങനെ നിങ്ങളുടെ പള്ളിയിൽ ചേരാൻ ആഗ്രഹമുണ്ട്. അപ്പോഴേക്കും ഈ ബിഷപ്പ് എന്നോട് പറഞ്ഞ എന്നാന്നറിയോ, അയ്യോ ഞാൻ വേണമെങ്കിൽ അവരോട് സംസാരിക്കാം കേട്ടോ, സംസാരിച്ച് ഞാൻ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്ന് പറഞ്ഞാൽ, ഇനി അവര് വന്നിട്ട് അവർക്ക് സാമൂഹിക പ്രശ്നമല്ല. അവരങ്ങനെയാണ്, എപ്പോഴും ആ ഒരു സോഷ്യൽ ഹാർമണി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്രമാത്രം സാമൂഹിക പ്രതിബദ്ധത അവർക്കുണ്ട്. അല്ലാതെ ഒരാൾ ഇങ്ങോട്ട് വരാനൊരു സാധ്യത ഉണ്ടെങ്കിൽ അവനെ ചാടിച്ച്. അതേസമയം തന്നെ കഴിഞ്ഞ മാസം ഒരു ഫാമിലി ഡൈവോഴ്സ് നടത്തി പെന്റക്കോസ്റ്റിലോട്ട് പിടിച്ചോണ്ട് പോയ ചരിത്രം എനിക്കറിയാം. കുടുംബം തകർന്നാലും വേണ്ടില്ല, ഒരാളെയും നമ്മുടെ സഭയെ പിടിക്കണം എന്നുള്ള രീതിയിൽ വാശിയോടെ വൈരാഗ്യത്തോടെ മതപ്രചരണം നടത്തുന്നവരുമുണ്ട്. രണ്ടുമുണ്ട്. അപ്പൊ ഈ കുണ്ടുകുളം തിരുമേനി ചോദിച്ചു, നിങ്ങൾ എന്തിനാണിപ്പോ മാമോദിസ സ്വീകരിക്കുന്നത്? അപ്പൊ ഈ കുണ്ടുകുളം തിരുമേനി അന്ന് ഈ പോട്ടയാശ്രമം, ഡിവൈൻ മുരിങ്ങൂർ ധ്യാനകേന്ദ്രമൊക്കെ ഭയങ്കര പ്രാഭവത്തിൽ നിൽക്കുന്ന കാലമാണ്. അപ്പൊ കുണ്ടുകുളം തിരുമേനി ഓർത്തു ഇവരുമല്ല ധ്യാനവും കൊടുക്കണം. അപ്പൊ തിരുമേനി ഒരു പിടിച്ചു എന്നുള്ള രീതിയിൽ തിരുമേനി ചോദിച്ചു, അപ്പൊ ധ്യാനം കൂടിയല്ലേ? അപ്പൊ അവർ പറഞ്ഞില്ല, ഞങ്ങൾ ധ്യാനമൊന്നും കൂടിയിട്ടില്ല. അപ്പൊ തിരുമേനിക്ക് വലിയ പ്രയാസമായി. പിന്നെ എന്തായിരിക്കും ഇവര് ധ്യാനം കൂടുതൽ, അല്ലെങ്കിൽ പിന്നെ കുറച്ചു നേരം പുള്ളി അയച്ചു എന്നാൽ രോഗശാന്തി കിട്ടിക്കാണും, വല്ല കൊരട്ടിപ്പള്ളിയിലും പോയി പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് ഇപ്പൊ തിരുമേനി നിങ്ങൾക്ക് രോഗശാന്തി വല്ലതും കിട്ടി, അത്ഭുതമായിട്ട് വല്ല അടയാളം പള്ളി വല്ലതും പോയി നേർച്ചയിട്ട്? അവരോട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടില്ല, നേർച്ചയിട്ടിട്ടില്ല. ഇപ്പൊ 2 സാധ്യതയുള്ള കത്തോലിക്ക സഭയിലോട്ട് ഒരാൾ പറഞ്ഞ, ഒന്നിൽ എവിടെയെങ്കിലും പോയി പള്ളിയിൽ പോയി നേർച്ചയിട്ട് ഒരു കൊച്ചുണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു അസുഖം മാറുമോ, അല്ല പിന്നെ അടുത്ത് ധ്യാനം കൂടുക. ധ്യാനവും കൂടിയിട്ടില്ല. അപ്പൊ തിരുമേനി മനസ്സിൽ സുല്ലിട്ടു. എന്നിട്ട് പറഞ്ഞു, രാമകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചപ്പോ, അപ്പൊ രാമകൃഷ്ണൻ പറ എന്തിനാണ് പിന്നെ നിങ്ങള്? രാമകൃഷ്ണൻ പറഞ്ഞു, ഞാനും ഭാര്യയും 2 മക്കളും, 2 പെൺപിള്ളാരാണ്. അദ്ദേഹം രോഗിയായിപ്പോയി, അധ്വാനിക്കാൻ കഴിവില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത്
ഒരു തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ ഒരു തോമസ് ചേട്ടനും 3 ആമക്കളും ഉള്ള ഒരു വലിയ കുടുംബമാണ് താമസിക്കുന്നത്. അപ്പൊ കൃഷിയുടെ സമയമായപ്പോ ഈ തോമസ് ചേട്ടൻ പറഞ്ഞു, നമ്മുടെ ഈ രാമകൃഷ്ണന് അസുഖമായിട്ടിരിക്കുക, അദ്ദേഹത്തിന് അധ്വാനിക്കാൻ കഴിവില്ല, അതുകൊണ്ട് നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ പറമ്പ് കിളയ്ക്കണം. അങ്ങനെ ഇദ്ദേഹം മക്കളെയും കൂട്ടി വന്ന് ഇവരുടെ പറമ്പ് മുഴുവൻ കിളച്ച് ചേനയും വാഴയും എല്ലാ കൃഷിയും വെച്ചു കൊടുത്തു. വളയിടേണ്ടപ്പോൾ വളയിടുകയും അതിന് ഇടയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവസാനം വിളവെടുക്കാൻ സമയത്ത് വിളവെടുത്തു. അത് മുഴുവൻ ചന്തയിൽ കൊണ്ട് വിറ്റു. കൃത്യം മുഴുവൻ പൈസയും കൊണ്ട് ഈ രാമകൃഷ്ണന് കൊടുത്തു. രാമകൃഷ്ണന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, തനിക്ക് അധ്വാനിക്കാൻ ആരോഗ്യമില്ല. ഇത് മുഴുവൻ ചെയ്തു. അപ്പം രാമകൃഷ്ണൻ പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അതിൽ നിന്ന് ഒരു ഷെയർ നിങ്ങൾ അധ്വാനിച്ചല്ലേ എന്ന് പറഞ്ഞ ആ വിലയിൽ നിന്ന് ഒരു പങ്ക് തുക കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അതുപോലെ അവർ നിരസിച്ചു. ഇത് വേണ്ട. എന്നിട്ട് അവർ തിരിച്ചു പോയപ്പോൾ ഈ രാമകൃഷ്ണൻ ചോദിച്ചു, നിങ്ങൾ എന്തിനു ഇത്രയൊക്കെ ഞങ്ങളെ സഹായിച്ചേ? അപ്പോൾ ഈ വലിയ തിയോളജി ഒന്നും അറിയാൻ വരാത്ത ഈ തോമസ് ചേട്ടനും മക്കളും പറഞ്ഞു, അത് ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവം നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളോട് പറയുക. ആ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ സഹായിച്ചെന്നുള്ളൂ, അതിന് ഞങ്ങൾക്ക് ഒരു പ്രതിഫലവും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അവരിവരെ മതമാറ്റാനും ശ്രമിച്ചില്ലൊന്നുമില്ല. അപ്പോ ഇദ്ദേഹം പറയാണ്, ഇത്ര നിസ്വാർത്ഥമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അന്യമതസ്ഥനായ എന്നെ സ്നേഹിക്കാനും ഇതുപോലെ സഹായിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ ഇനി മതി. അദ്ദേഹം പറയാണ്, ഞാൻ മതം മാറ്റാൻ ഇതൊരു ഉപാധിയാക്കാനല്ല പറഞ്ഞത്. മതം മാറ്റാൻ ഇതൊരു ഉപാധിയാക്കാനല്ല പറഞ്ഞത്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞെന്നേ ഉള്ളൂ. അവരിൽ ദൈവത്തെ കാണുക. ഒരു മനുഷ്യനെ മതം മാറ്റുവാൻ നമ്മൾ ആഗ്രഹിക്കരുത്. എന്തിനാണ് അവരെ മതം മാറ്റുന്നത്? ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹം നമ്മിലെ ക്രിസ്തുവിനെ മറ്റൊരാൾ കാണുക. നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹം, നീ 1000 ഹിന്ദുക്കളെ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നതിൽ നിനക്ക് ഒരു പ്രതിഫലം സ്വർഗത്തിൽ കിട്ടത്തില്ല. ഇവരെല്ലാം ചിന്തിച്ചിരിക്കുന്നത് നമ്മൾ ആളുകളെ പിടിച്ചുകൊണ്ട് മുക്കി അവരെ നമ്മൾ പെന്റക്കോസിലോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരാത്മാവിന് ഇത്ര രൂപ വെച്ച് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുമെന്നൊക്കെ. അതൊക്കെ വിഡ്ഢിത്തമാണ്. ട്വിൻ ടവർ തകർത്ത ആ തീവ്രവാദികളുടെ വിചാരം സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുമെന്നായിരുന്നു. ശ്രീലങ്കയുടെ തെരുവിൽ സ്വയം പൊട്ടിച്ചെറിയ എന്താ അവരെ പറയുന്നേ, സൂയിസൈഡ് ബോംബ് സ്ക്വാഡ്, അവരുടെ വിചാരം സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും തോറാബോറ കുന്നുകളിലുമൊക്കെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന തീവ്രവാദികളും പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളും എല്ലാം വിചാരിക്കുന്ന ദൈവം പ്രതിഫലം തരുമെന്ന്. പക്ഷെ ദൈവം തരുന്ന പ്രതിഫലം എവിടെയാണ്? ദൈവം തരുന്ന പ്രതിഫലം നിന്നിലെ ക്രിസ്തുവിനെ എത്രയധികം ലോകം കാണുന്നോ അതനുസരിച്ചാണ് നിനക്ക് പ്രതിഫലം. ഇനി ഓരോരുത്തരും ചിന്തിച്ചോ, നിങ്ങൾക്ക് എത്ര പ്രതിഫലമുണ്ട്? നിങ്ങളിലെ ക്രിസ്തുവിനെ എത്ര അളവിൽ ലോകം കാണുന്നു? നിങ്ങളിലെ ക്രിസ്തുവിനെ എത്രമാത്രം ലോകത്തിന് കാണാൻ പറ്റുന്നു? അതനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം. അല്ലാതെ നമ്മൾ ആളുകളെ മതപരിവർത്തനം നടത്തുന്നതിൽ ഒരു പ്രതിഫലവുമില്ല. ഈ എളിയവരിൽ ഒരുവന് ചെയ്തതൊക്കെയും എനിക്കാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളെക്കാൾ താഴെയുള്ളവരിലെല്ലാം ക്രിസ്തു ഉണ്ട്. അവരിലെ ക്രിസ്തുവിനെ നിങ്ങൾ കാണണം. ഞാൻ ഇന്നലെയും പറഞ്ഞു, ക്രിസ്തുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ക്രിസ്തുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നൗ യു ക്യാൻ ഫീഡ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ വിരുന്നിന് വിളിക്കാം, ക്രിസ്തുവിന് ഭക്ഷണം കൊടുക്കാം, ക്രിസ്തുവിനെ സഹായിക്കാം. ഇതിനെല്ലാം അവസരമുണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, ഈ എളിയവരിൽ ഒരുവന് ചെയ്തതൊക്കെയും എനിക്ക് തന്നെയാകുന്നു ചെയ്തു. നിങ്ങളെ തിരികെ ഒരു ഊണിന് ക്ഷണിക്കാൻ പ്രാപ്തിയില്ലാത്തവനെ നിങ്ങൾ വീട്ടിൽ വിളിച്ചാൽ അത് ക്രിസ്തുവാണ്. നിങ്ങൾക്ക് തിരികെ തരാൻ കഴിവില്ലാത്തവനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ അത് ക്രിസ്തുവിനുള്ള ഹെൽപ്പാണ്. അവിടെ ക്രിസ്തു വെളിപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയാൽ നമുക്ക് മുതലാകത്തില്ല. ഇല്ല. പ്രിയമുള്ളവരെ, ഹൈന്ദവ സുഹൃത്തുക്കളും പൊതുസമൂഹവും മനസ്സിലാക്കണം, ദിസ് ഈസ് ദ മെസ്സേജ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് ഞങ്ങളുടെ കർത്താവ് പഠിപ്പിച്ചത്. ഇതാണ് ഒറിജിനൽ ട്രൂ ക്രിസ്ത്യൻ മെസ്സേജ്. ഇതിനപ്പുറത്തുള്ളതെല്ലാം മതപരിവർത്തനമാണ്. അത് മതഭ്രാന്തന്മാർ നടത്തുന്നതാണ്. അത് ഞങ്ങൾക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഞാനും ആ മതഭ്രാന്തന്മാരുടെ കൂട്ടത്തിലായിരുന്നു കഴിഞ്ഞൊരിടവരെ കേട്ടോ. ഞാനൊരു മുഴുത്ത ഭ്രാന്തനായിരുന്നു. ഇവ എന്റെ ഭ്രാന്ത് മാറി സുബോധം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബോധം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലുള്ള ഒരു പ്രബോധനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
ഇത് മതഭ്രാന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ഭ്രാന്ത് മൂത്തിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളും മനസ്സിലാക്കുക, മതഭ്രാന്താണ്. കർത്താവ് ഒരു പ്രതിഫലവും തരത്തില്ല. കർത്താവിന്റെ വക ഒരു പ്രൊട്ടക്ഷനും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരത്ഭുതവും നടക്കുന്നില്ല. വെള്ളപ്പൊക്കം വന്നിട്ട് പെന്തക്കോസ്തുകാരുടെ എല്ലാം വീട്ടിൽ വെള്ളം കയറി. റാന്നിയിലുള്ള പെന്തക്കോസ്തുകാരുടെ എല്ലാം വീട്ടിൽ കുത്തിക്കഴിയിട്ടും പോകുന്നില്ല. കുത്തിക്കഴിയിട്ടും. നിങ്ങൾക്കറിയാവോ, ഈ എന്നോട് അവർ പറഞ്ഞ ഭയങ്കര പശയാണ്. നിങ്ങളെല്ലാം തിരക്ക് നോക്കുക, ഞാൻ നുണ പറയുന്നതല്ല. ഭയങ്കര പശയെന്ന് പറഞ്ഞാൽ ഇത് എത്ര കുത്തിയാലും പോകത്തില്ല. ലോകത്തിലെ ഏറ്റവും അധികം ഈ പശയുള്ള ഒരു സംഗതിയാണ് ഈ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ വിസർജനത്തിന്. അറിയോ? അപ്പൊ മനുഷ്യ മാലിന്യത്തിന്, അങ്ങനെയുള്ള മാലിന്യമെല്ലാം അടിഞ്ഞു കൂടിയാണ് ഈ വെള്ളപ്പൊക്കം എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ചെളിയെല്ലാം കയറുന്നത്. ഒരു പ്രൊട്ടക്ഷനും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെയാണ് കാണുന്നത്. ഒരു പെന്തക്കോസ്തുകാരന് വേണ്ടിയും ഒരാകാശ കപ്പലും ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് കേരളത്തിൽ വന്നില്ല. അത് ഇനിയാണെങ്കിലും വരത്തില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും പരസ്പരം സ്നേഹിക്കുക. ക്രിസ്തു നിങ്ങളിലുണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്. നിന്റെ അയൽക്കാരനിലുള്ള ക്രിസ്തുവിനെ നീ കണ്ടെത്താൻ ശ്രമിക്കുക. നിന്റെ അയൽക്കാരനിൽ ക്രിസ്തുവുണ്ട്. നിന്നിലുള്ള ക്രിസ്തുവിനെ അവൻ കാണാൻ നീ അനുവദിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവരാജ്യം. ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതാണ് ദൈവരാജ്യത്തിന്റെ വേല. അതാണ് സുവിശേഷ വേല. ആ ധന്യമായ സുവിശേഷ വേല ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ ഈ എൻ്റെ ആ പാട്ടിന്റെ ആ പരാധീനത, ബുദ്ധിമുട്ടൊക്കെ കണ്ട് നമുക്ക് നമ്മുടെ തീം സോങ് നിർമ്മല സൂനുവിനെ അയച്ചോന എന്നുള്ള പാട്ട് സഹോദരി അനു സണ്ണി ആ പാട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടെ കേൾക്കുകയാണ്. സോ താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന നിങ്ങൾ, ദാറ്റ് ഈസ് അവർ തീം സോങ്, ഗ്ലോറിയസ് ഗോസ്പൽ, ഗോഡ് സെൻഡ് ഹിസ് സൺ. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പം നമുക്കുണ്ടാകുന്ന, ഇപ്പൊ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഓഡിയൻസിന് മുഴുവൻ ആ ഫീലിങ്സ് ആണ്. അവരെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഈ നിർമ്മല സൂനുവിനെ അയച്ചു എന്ന ആ പാട്ട് നമ്മുടെ അത്താനാസ്യോസ് ബാവ എഴുതിയതാണ്. അലക്സാണ്ട്രിയയിലെ അത്താനാസ്യോസ് ബാവ. ഞാൻ അത്താനാസ്യോസിന്റെ ലൈഫൊക്കെ ഒരു പ്രാവശ്യം ഷെയർ ചെയ്തതാണ്. അപ്പൊ എത്രമാത്രം ആ ദൈവത്തിന്റെ സ്നേഹം, ഇൻകാർണേഷൻ. ഇപ്പം അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി. എങ്ങനെയാ അവനോട് തുല്യനാകുന്നത്? നമ്മളെല്ലാം അവന്റെ നിറവിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ച് ക്രിസ്തു എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. നമ്മൾ ഇവാഞ്ചലിക്കൽ വേൾഡിൽ നമ്മൾ കേൾക്കുന്നത് എന്തോ മിറക്കിൾ സംഭവിക്കും. നമ്മൾ ഈ സൂപ്പർമാൻ മൂവിയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ശബ്ദം, മിന്നലും ഇങ്ങനെ വന്നു, പെട്ടെന്ന് ഗ്ലോവിങ് ബോഡി കിട്ടി. കുറെ സിനിമയുണ്ട്. ടിം ലഹായ് എന്ന് പറഞ്ഞ ഒരാള് ലെഫ്റ്റ് ബിഹൈൻഡ് എന്നൊരു ബുക്ക് എഴുതി, അത് സിനിമയാക്കി. അതെല്ലാം കൊണ്ട് കാണിച്ച് പെന്തക്കോസ്ത് വിഭാഗമൊക്കെ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. ഞാനും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഞാനൊക്കെ പല രാത്രിയിലും ഞെട്ടി നമ്മൾ രൂപാന്തരപ്പെട്ടോ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ അല്ല രൂപാന്തരപ്പെടുന്നത്. നമ്മൾ ദൈവത്തിന്റെ സ്വഭാവം സ്നേഹിക്കുക, കൊടുക്കുക. അപ്പൊ നമ്മൾ നമ്മെ തന്നെ പങ്കുവെച്ചു കൊടുക്കുമ്പം, എത്രത്തോളം നമ്മെ പങ്കുവെച്ചു കൊടുക്കുന്നോ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നോ, അതനുസരിച്ച് നാം ക്രിസ്തു എന്ന പ്രതിമയോട് അടുക്കുകയാണ്.
നമുക്ക് എത്രത്തോളം സ്വാർത്ഥതയുണ്ടോ, അഹങ്കാരമുണ്ടോ, നിഗളമുണ്ടോ, അതനുസരിച്ച് നമ്മൾ സാത്താൻ എന്ന പ്രതിമയോട് അടുക്കുകയാണ്. അപ്പൊ നമ്മൾ സാത്താൻ എന്ന പ്രതിമയാണോ ക്രിസ്തു എന്ന പ്രതിമയാണോ? അപ്പൊ രണ്ട് പ്രതിമ നിൽക്കുകയാണ്. എത്ര സ്വാർത്ഥതയുണ്ടോ, എത്ര നിഗളമുണ്ടോ, എത്ര അഹങ്കാരമുണ്ടോ, അതനുസരിച്ച് നമ്മൾ സാത്താൻ എന്ന പ്രതിമയോട് അടുത്ത് നിൽക്കും. അത് നീ ഹിന്ദു ആണോ, നീ ക്രിസ്ത്യാനിയാണോ, നീ പെൻഡക്കോസ്റ്റ് ആണോ, നീ യാക്കോബയാണോ, മുസ്ലിം ആണോ, ഇതൊന്നും വിഷയമല്ല. രണ്ട് പ്രതിമയാണ്. ഒന്ന് ഏദനിലെ ഒറിജിനൽ ആദം. ആ ആദം പാപം ചെയ്ത് വികലമായി പോയി. ഇപ്പോ ഒറിജിനൽ രൂപത്തെ ദൈവം അയച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പൊ പാടിക്കേട്ടത്. നിർമ്മല സൂനുവിനെ ആ താതൻ അയച്ചു, ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്താണ് ഒറിജിനൽ രൂപം, മനുഷ്യന്റെ രൂപം, ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ള മനുഷ്യൻ ആരാണ്, എങ്ങനെയുള്ളവനാണ്. ദൈവത്തിന്റെ ആ ശുശ്രൂഷകന്മാർക്ക് ആർക്കും അത് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. മോശയ്ക്കാകട്ടെ, ഏലിയാവിനാകട്ടെ, ഏലീഷയ്ക്കാകട്ടെ, ദാവീദിനാകട്ടെ, ജോസഫിനാകട്ടെ, അവരുടെ എല്ലാം ജീവിതം കുറവുകളുള്ളതായിരുന്നു, ബലഹീനതയുള്ളതായിരുന്നു, പാപമുള്ളതായിരുന്നു, പരാജയമുള്ളതായിരുന്നു. അവർ തോൽവികൾ വാരി അണിഞ്ഞവരാണ്. പിന്നെ ഏലീഷ പ്രവാചകനെ കുറച്ച് പിള്ളേര് ഇതുപോലെ മൊട്ടത്തലയായിരുന്നു. അപ്പൊ മൊട്ടത്തലയാന്ന് വിളിച്ചു. അത്രേ കാര്യമുള്ളേ. അപ്പോഴേ അയാൾ എന്ത് ചെയ്തു? കാട്ടിൽ നിന്ന് കരടികൾ വരട്ടെ, കരടികൾ വന്നിട്ട് ഈ പിള്ളേരെ കടിച്ചു തിന്നു. എന്തു വലിയ പാത, എന്താ ചെയ്തേ? മൊട്ടത്തലയാന്നൊന്ന് വിളിച്ചതേ ഉള്ളൂ. ക്ഷിപ്രകോപമായിരുന്നു. അത് ദൈവത്തിന്റെ സ്നേഹമല്ല, അത് ഒറിജിനൽ സ്വരൂപമല്ല. എന്നാൽ സ്വന്തം താടിരോമം പിച്ചിപ്പറിച്ചപ്പോ, ആ മുഖത്ത് തുപ്പിയപ്പോ, അവന്റെ കന്നത്തടിച്ചപ്പോ, അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കിയപ്പോൾ, അവനെ നഗ്നനാക്കി നിർത്തിയപ്പോൾ, അവന്റെ കൈകാലുകളിൽ ആണി തറച്ചപ്പോൾ, അവൻ ഒരു പ്രതികരണവും നടത്തിയില്ല. തൊട്ടിപ്പുറത്ത് നിന്ന കള്ളൻ വരെ പറഞ്ഞു, നീ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്, നീ ദൈവപുത്രനല്ലേ. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതാണ് നിർമ്മല സൂനു. ആ നിർമ്മല സൂനുവിനെയാണ് ദൈവം ലോകത്തേക്ക് അയച്ചത്. ഇതാണ് ഗോസ്പൽ. ഇതാണ് ലോകത്തിന്റെ സമാധാനത്തിന്റെ മാർഗം. ഇതാണ് സകല ജനതകൾക്കുമുള്ള സന്തോഷം. ഇതാണ് പീസ് ദാറ്റ് പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. ഇതാണ് എന്റെ പിതാവിന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതാണ് ട്രൂ പേഴ്സൺ. അതാണ് ആ പ്രതിമ, ക്രിസ്തു എന്ന പ്രതിമ. അപ്പൊ ക്രിസ്തു എന്ന പ്രതിമയുമുണ്ട്. ജയാളിയായ ആദം, ഒടുക്കത്തെ ആദം, പരാജിതനായ ആദം. അപ്പൊ ഈ രണ്ട് പ്രതിമ നിൽക്കുമ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഏത് പ്രതിമയാണ്? മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ. അതാണ് പൗലോസ് ലീഗ പറയുന്നത്. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ നമ്മൾ ധരിച്ചതുപോലെ വിണ്ണിൽ നിന്ന് വന്നവന്റെ പ്രതിമ ധരിക്കും. അപ്പൊ നമ്മൾ വിചാരിച്ച ഞാൻ പറന്നിടുമേ, ഇതാ പാടുന്നത്. നമ്മളെ പറപ്പിക്കാൻ ഫസ്റ്റ് സാധനങ്ങൾ. ഇപ്പോഴത്തെ പരുവത്തിന് ഏത് നിമിഷവും സഭ എടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനത്തെ തോന്നിവാസം ഒന്നും ലൈവിൽ പറയരുത്, ഇത് അന്ത്യകാലമാണ്, സഭ എടുക്കപ്പെടാൻ പോവാണ്, ഏത് സമയത്തും സംഭവിക്കാതാ, നമ്മളെല്ലാം കൂടെ പറക്കാൻ പോകും. ഞാൻ പറഞ്ഞു, നോ നോ നോ, നമ്മൾ കാരണം കർത്താവ് ഇവിടെ ആക്കിയിരിക്കുന്നു. ഇവിടെ ദൈവരാജ്യം എങ്ങനെയാ? നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ സ്വാർത്ഥത വെടിയുമ്പോൾ, അവിടെയാണ് ദൈവരാജ്യം ഉണ്ടാകുന്നത്. ആ ദൈവരാജ്യം പ്രസംഗിക്കാനാണ് തന്റെ ശിഷ്യന്മാരെ അയച്ചത്. അതാണ് ലോസ് ആൻഡ് പ്രോഫറ്റ്സ് വെയർ അൻറ്റിൽ ജോൺ. ലൂക്കോസ് സുവിശേഷം 16:16. അതിനുശേഷം ദൈവരാജ്യമാണ്. അപ്പൊ ആ ദൈവരാജ്യം എത്രത്തോളം നമ്മിൽ വന്നു, അത് നമ്മിൽ വന്ന ദൈവരാജ്യം നമ്മുടെ ചുറ്റും വരിക. ചുറ്റും വന്ന ആ ദൈവരാജ്യം എല്ലാ ഹൃദയ കണ്ണുകളും തുറക്കപ്പെടാൻ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം അതൊക്കെ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഹൃദയ കണ്ണുകൾ തുറക്കുമ്പോൾ ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ആളുകൾ കണ്ണുകൾ തുറക്കും. ആരെ കാണും? ഈ ക്രിസ്തുവിനെ കാണും. ആ ക്രിസ്തു എന്ന പ്രതിമയായി രൂപപ്പെടാൻ ഓരോരുത്തരും സമർപ്പിക്കും. അപ്പൊ ആ ക്രിസ്തു എന്ന പ്രതിമയായി രൂപാന്തരപ്പെടുന്നവർ, അവരാണ് ദൈവരാജ്യത്തിന്റെ വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ഭരണ സാരഥികളായി അവരാണ് മാറുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കും. അതാണ് അവനോടുകൂടെ സഹിക്കുന്നെങ്കിൽ നാം അവനോടുകൂടെ വാഴും എന്ന ഫ്യൂച്ചറിസ്റ്റിക് പ്രോമിസ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആ ക്രിസ്തുവിനോട് ചേർന്ന് ഈ ലോകത്ത് അതിനെ കാണിക്കുമ്പോൾ ലോകത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം ജയിക്കുന്ന ഒരു ദിവസം വരും. ഇപ്പോഴത്തെ പരിസ്ഥിതി നമുക്കൊന്നും തോന്നുന്നില്ല. കാരണം പല രാജ്യങ്ങൾ, ഗോത്രങ്ങൾ ഇതെല്ലാം തിരിഞ്ഞ് സ്വാർത്ഥത. പക്ഷെ അത് മാറാൻ പോവാ. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെ മാറുമായിരിക്കും? അപ്പൊ അതിന്റെ ഉത്തരം മറിയത്തോട് ദൂതൻ പറഞ്ഞ ഉത്തരവാണ് എനിക്കും പറയാനുള്ളത്. മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലതും സാധ്യം. ആ
കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ലോകം ഉണരുമ്പോൾ സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയും. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയും. ഇപ്പൊ സമുദ്രം എങ്ങനെയാ ജലം കൊണ്ട് നിറയുന്നേ? 2/3 വെള്ളമാണ്. ഭൂമിയുടെ 2/3 വെള്ളം. അതുപോലെ മുഴുവൻ മനുഷ്യവർഗത്തിലും 2/3 ആളുകൾ ഈ കോൺഷ്യസ് അവയർനെസ്സിൽ വരും. അപ്പോ അവരിൽ ആരും തന്റെ കൂട്ടുകാരനോട് ദൈവത്തെ അറിയുക എന്ന് ഉപദേശിക്കേണ്ടി വരികയില്ല. അവരെല്ലാവരും ആബാലവൃദ്ധം ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും. ആര്? ആബാലവൃദ്ധം. ഇതിനകത്ത് നമ്മുടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഞാനും ബ്രദർ സജിത് കണ്ണൂരും ഒക്കെ ആയിട്ട് നടത്തുന്ന ആ ചർച്ച നിങ്ങളൊക്കെ കേട്ട് കാണും. സ്നാനം, ശിശു സ്നാനം ശരിയാണോ എന്നൊക്കെ. ഇപ്പൊ തിരുവഴുത്തിലെ ഭാഗമാണ് ആബാലവൃദ്ധം ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാ. അപ്പൊ ഇത് മുതിർന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു അഡൽട്ട്സുള്ളി പരിപാടിയല്ല. ആബാലവൃദ്ധം ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ഈ ഭൂമിയിൽ 2/3 ആളുകൾ ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ കർത്താവിന്റെ മഹത്വം പ്രത്യക്ഷപ്പെടും. മഹത്വം പ്രത്യക്ഷപ്പെടും. അതാണ് ദൈവരാജ്യത്തിന്റെ ഫുൾനെസ്. അതുകൊണ്ടാണ് നമ്മൾ സുറിയാനി സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ. എനിക്കത് വെളിവ് നിറഞ്ഞവരാന്ന് തോന്നുന്നു. തീരുമ്പം വെളിവ് നിറഞ്ഞവർ എന്നുള്ള പാട്ട് പാടി തീരുമ്പം നിന്റെ മഹത്വം ഉദിക്കുക. ആ മഹത്വം അങ്ങനെയാണ് ഉദിക്കുന്നത്. അല്ലാതെ ഇവാഞ്ചലിക്കൽ വേൾഡിന്റെ വേർഷൻ പോലെ നമ്മളെല്ലാം ഇങ്ങനെ അങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് എന്നൊരൊച്ച കേട്ടു കർത്താവ് മോളിൽ നിന്ന് വന്നു, അശനിവാദം പോലെ അങ്ങനെ കുറെ പേര് പറന്നു പോകുന്നു. ട്രക്ക് ഓടിച്ചോണ്ടിരിക്കുന്നവൻ അതുവഴി പോകുന്നു, വിമാനം പറപ്പിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ ഫാന്റസി ഇങ്ങനത്തെ ഓരോരോ കഥകളാണ്. അത് എഴുതിയ ആരാന്നറിയോ? ടിം ലഹായ എന്ന പേരുള്ള ഒരാളാ. ടിം ലഹായ. അവനൊരു പുസ്തകം എഴുതി. അമേരിക്കൻ സായിപ്പാണ്. ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അതാണ് ഏത് നിമിഷവും കർത്താവ് വരാം. അപ്പം പിന്നെ ട്രക്ക് ഓടിച്ചോണ്ടിരിക്കുന്ന പോകും, ട്രക്ക് ലക്ഷ്യമില്ല പോയി ഇടിക്കും. വിമാനം പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈലറ്റ് പോകും, വിമാനം മൂക്കൂത്തി താഴെ വീഴും. ഇങ്ങനെയെല്ലാം പേടിപ്പിച്ചൊരു സ്റ്റോറി എഴുതി പിന്നെ അത് സിനിമയാക്കി ഒരുപാട് പണം സമ്പാദിച്ചു. ഇത്രമാത്രം അത് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, അത്രമാത്രം ഭക്തിയിൽ കർത്താവിനെ കാത്ത്. അപ്പൊ ടിം ലഹാഡ് ഈ പുസ്തകമൊക്കെ വായിച്ച് ഞാൻ പേടിച്ച് രാത്രികളിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഇതൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ അമേരിക്ക വന്നു കഴിഞ്ഞപ്പോൾ ഈ ടിം ലഹായെ പറ്റി അന്വേഷിച്ച്, ടിം ലഹായ് ഈ പുസ്തകം എഴുതി കഴിഞ്ഞ് പിന്നെ അടുത്തായിട്ട് ഏത് പുസ്തകമായിരിക്കും എഴുതിയിരിക്കുന്നത്? ആത്മീകമായിരിക്കുന്ന വലിയ വലിയ നിധികൾ. കാരണം ഇത്രയും ഒരു കാര്യം ആധികാരികമായിട്ട് എഴുതിയ ആള് ദൈവത്തോട് അതുപോലെ അടുത്ത ആളായിരിക്കും. പിന്നെ ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയും ഉപവാസവും കർത്താവിന്റെ മുഖാമുഖം കണ്ട് വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചോദിച്ച് കർത്താവ് അടുത്ത എന്താണ്. അപ്പൊ അയാളുടെ അടുത്ത പുസ്തകം ഒന്ന് വായിക്കണമെന്ന് എനിക്ക് തോന്നി. എന്റെ പൊന്നെ, അടുത്ത പുസ്തകം ടിം ലഹായുടെ നെക്സ്റ്റ് ബുക്ക് എന്താണെന്ന് ഞാൻ തിരക്കിയപ്പം കിടപ്പറ ജീവിതം എങ്ങനെ ആസ്വാദികരമാക്കാം എന്നൊരു പുസ്തകം അയാൾ എഴുതി. മനസ്സിലായോ? അപ്പം ഈ ലെഫ്റ്റ് ബിഹൈൻഡ് എഴുതി കാശായി കഴിഞ്ഞപ്പോൾ അടുത്ത എഴുതിയ പുസ്തകമാണ്. ഞാൻ ചുമ്മാ പറയുന്നല്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ആധ്യാത്മിക അധ്യക്ഷന്റെ വിശേഷമാണ്. ഇവന്റെയൊക്കെ പുസ്തകം വായിച്ചിട്ടാണ് ഈ കാര്യമൊക്കെ കേരളത്തിൽ കിടന്ന് പ്രസംഗിക്കുന്നത്. തല്ലുകൊണ്ടാലും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇത് ഭ്രാന്താണ്, ഇത് മതഭ്രാന്താണ്, ഇത് ബിബ്ലിക്കൽ അല്ല, ഇത് ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ വിശ്വാസമല്ല, ഇത് ക്രിസ്ത്യാനിറ്റി അല്ല, ട്രൂ ക്രിസ്ത്യാനിറ്റി അല്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കുക. ഇത് നിരാകരിച്ച് കളയണം. ഇത് മതഭ്രാന്താണ്. കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ, സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ, തികച്ചും ദൈവശാസ്ത്ര വിരുദ്ധമായ, തിരുവെഴുത്തിന് വിരുദ്ധമായ, അപ്പോസ്തലിക ഉപദേശത്തിന് വിരുദ്ധമായ ഇപ്രകാരമുള്ള ജൽപ്പനങ്ങൾ. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ആ നിർമ്മല സൂനുവിനെ ആ താതൻ അയച്ചു. നിർമ്മലമായ ഉദരത്തിൽ അവൻ ഇറങ്ങി വസിച്ചു. എന്തിനാണെന്നറിയാമോ? അവനോട് തുല്യം നാമാകാൻ, നമ്മെപ്പോലെ അവനായി. നമ്മെപ്പോലെ അവനായത് നമ്മൾ അവനെ പോലെ ആകാനാണ്. ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ദാറ്റ് ഈസ് റിസ്റ്റോറേഷൻ. ആ റിസ്റ്റോറേഷന് വേണ്ടി കർത്താവ് നമ്മെ വിളിക്കുന്നു. സോ നമ്മൾ റിസ്റ്റോർ ചെയ്യപ്പെടുക ഒറിജിനൽ ഇമേജിലേക്ക്. നമ്മുടെ ഇമേജ് നഷ്ടപ്പെട്ടു. ഇമേജ് നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റാത്തത്. എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ഏരിയ ഉണ്ട്. എന്നിൽ വെറുപ്പുണ്ട്, എന്നിൽ പകയുണ്ട്, എന്നിൽ നിരാശ വരാറുണ്ട്. ആ പെർഫെക്റ്റ് ലവ് വരുമ്പോൾ നമ്മുടെ നിരാശകൾ മാറും. അതുകൊണ്ടാണ് സ്നേഹം ദേഷ്യപ്പെടുന്നില്ല,
സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്നേഹം ദോഷങ്ങളെ കണക്കിടുന്നില്ല. അകൃത്യങ്ങളെ ഓർമ്മ വെക്കുന്നില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം ദയ കാണിക്കുന്നു. കണ്ടോ? ലവ്, ഗോഡ് ഈസ് ലവ്. ആ ദൈവം നിങ്ങളിലുണ്ട്. പക്ഷെ നിങ്ങളിലുള്ള ആ ദൈവത്തെ സപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ജഡ സ്വഭാവങ്ങൾ മാറിപ്പോകുവാൻ അത് എത്രത്തോളം കുറയുന്നു. അതാണ് സ്പിരിച്വാലിറ്റി. അതാണ് സ്പിരിച്വൽ ജേർണി. അതാണ് ട്രൂ സ്പിരിച്വാലിറ്റി. നമ്മൾ ആ സ്പിരിച്വാലിറ്റി മുന്നേറുമ്പോൾ അതിനാണ് സഭ ഈ പ്രാർത്ഥനകളും, കൗമാ പ്രാർത്ഥനകള്, യാമ പ്രാർത്ഥനകള്, നോയിമ്പ്, ഉപവാസം, ആത്മതപനം, അതാണ് ട്രൂ ഓർത്തഡോക്സി. ഓർത്തഡോക്സിയാണ് ട്രൂ ക്രിസ്ത്യാനിറ്റി. ദാറ്റ് ഇസ് എ ട്രൂ വേ. ഈ ഓർത്തഡോക്സിയുടെ സത്യം മനസ്സിലാക്കി ഇന്ന് ഈ അമേരിക്കയിൽ ധാരാളം ആളുകൾ ഓർത്തഡോക്സിയിലേക്ക് വരുന്നുണ്ട്. സോ ഐ മീൻ വൈറ്റ് പീപ്പിൾ, വെള്ളക്കാരിൽ തന്നെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ലോകം ഓർത്തഡോക്സിയിലേക്ക് തിരിയുകയാണ്. ട്രൂ ഓർത്തഡോക്സി, ട്രൂ ക്രിസ്ത്യാനിറ്റി, അതിലേക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി ഒരു ഓർത്തഡോക്സ് ചർച്ചിൽ മെമ്പർ ആകാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ എസൻസ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഗോസ്പൽ, അല്ലാതെ വിശ്വാസം എന്ന് പറഞ്ഞ് ആളുകളെ വരട്ടുന്നതല്ല. വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണം, ഇതാണ് പലപ്പോഴും പറയുന്നത്. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്, അല്ലാതെ എന്റെ വിശ്വാസമല്ല. നമ്മുടെ നീതിക്കായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. റോമാലേഖനം നിങ്ങൾ വായിക്കുക. നമ്മുടെ നീതിക്കായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നിങ്ങളുടെ ആരുടെയെങ്കിലും വിശ്വാസം കൊണ്ടാണോ? എന്റെ വിശ്വാസം കൊണ്ടാണ്. നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടാണ്. ദയവായി നിങ്ങൾ റോമാലേഖനം വായിക്കുക. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ നീതിക്കായി ക്രിസ്തുവിനെ ഉയർപ്പിച്ചു. അപ്പൊ നമ്മുടെ നീതി ക്രിസ്തുവിന്റെ ഉയർപ്പിലാണ്, അല്ലാതെ എന്റെ വിശ്വാസത്തിലല്ല. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞത്രേ. അപ്പൊ നമ്മൾ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടോളാണ്. ഞാനൊക്കെ എത്രയോ രാത്രികളിൽ ഇരുന്ന് വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ എന്റെ പൊന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ, കൂടപ്പിറപ്പുകളെ, ഞാൻ വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടിട്ട് ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് ശാസിച്ച് മത്സിച്ച് 21 ഇരിക്കുന്നു, 40 ഇരിക്കുന്നു, ശാസിക്കുന്നു. വിശ്വാസം, വിശ്വസിക്കുക. എത്രയൊക്കെ വിശ്വസിച്ചാലും പിന്നെ വിശ്വസിക്കുക. നമ്മുടെ നീതി നമ്മുടെ വിശ്വാസത്തിലൊന്നും അല്ല. നിങ്ങളുടെ വിശ്വാസത്തിലല്ല നിങ്ങളുടെ നീതീകരണം. ആരുടെ വിശ്വാസത്തിലാണെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ നീതീകരണത്തിന്റെ ആധാരം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണെങ്കിൽ ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എന്റെ വിശ്വാസം കൊണ്ടല്ല, അതെന്റെ യേശുവിന്റെ വിശ്വാസം കൊണ്ടാ. യേശു വിശ്വസിച്ചു എന്താണ്? പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ വിശ്വാസം, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ഓ, എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം! ആ പുത്രൻ തന്റെ പ്രാണനെ ഏൽപ്പിക്കുമ്പോൾ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, പിതാവും പരിശുദ്ധാത്മാവും ഇറങ്ങി വന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണബന്ധനങ്ങളെ പൊട്ടിച്ചു, പാതാളപാശങ്ങളെ അഴിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. കാരണം ഹി വാസ് ഇൻ ദ ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ ആൻഡ് ഹോളി സ്പിരിറ്റ്. അതാണ് അതിന്റെ അർത്ഥം. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. അതിന്റെ കാരണം എന്താ? ഹി വാസ് ഇൻ ഡീപ് ഫെലോഷിപ്പ് വിത്ത് ഫാദർ ആൻഡ് ഹോളി സ്പിരിറ്റ്. എനിക്ക് നല്ല 2 കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്റെ രോമത്തെ പോലും നിങ്ങൾ തൊടത്തില്ല. യേശു പറയാണ്, ഞാൻ തനിച്ചല്ല, പിതാവ് എപ്പോഴും എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ തനിച്ചല്ല. അതൊക്കെ റോങ് ആയിട്ട് ഒത്തിരി ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് കേട്ടോ. കുരിശിൽ വെച്ച് യേശു എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ട എന്തെന്ന് ചോദിച്ചു. പിതാവ് പുത്രനെ കൈവിട്ട നിമിഷമാണെന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് പ്രസംഗിക്കും. പിതാവ് പുത്രനെ കൈവിടത്തൊന്നുമില്ല. പിതാവ് പുത്രനെ കൈവിട്ട പിന്നെ നമ്മുടെ കാര്യം എന്തായി? പിതാവ് പുത്രനെ അത് യേശു കുരിശിൽ വെച്ച് 22-ാം സങ്കീർത്തനം ചൊല്ലിതാ. അതായത് 22-ാം സങ്കീർത്തനത്തിലെ പ്രവചനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വരി ചൊല്ലിക്കൊടുക്കുന്ന ഒരു പതിവുണ്ട്. സങ്കീർത്തനം ആദ്യത്തെ വരി ലീഡർ പറഞ്ഞാൽ മതി, ബാക്കി മുഴുവൻ അവിടെ നിൽക്കുന്ന കോൺഗ്രിഗേഷൻ ഏറ്റുചൊല്ലും. അതിപ്പോ നമ്മുടെ സുറിയാനി സഭയിലുള്ളവർക്ക് അറിയാം. അച്ഛൻ അവിടെ നിന്ന് ചൊല്ലുമ്പോൾ ബാക്കി മുഴുവൻ താഴെ വിശ്വാസികൾ ഇപ്പൊ ശുഭഹോ ലാഭോ കാലിശോ എന്ന് പറയുമ്പോൾ ജനങ്ങൾ പ്രതിവാക്യം ചൊല്ലും. അപ്പൊ അതുപോലെ ഈ സങ്കീർത്തനങ്ങളുടെ ആദ്യത്തെ വരി, അപ്പൊ 22-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വരി യേശു പറയാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? സങ്കീർത്തനം റെസൈറ്റ് ചെയ്തതാണ്. അപ്പൊ താഴെ നിൽക്കുന്നവർക്ക് അവർ എന്റെ ദാഹത്തിന് ചൊറുക്കാ കുടിപ്പാൻ തന്നു,
അവർ എന്റെ അങ്കിക്കായി ചീട്ടിട്ടു, എന്റെ വസ്ത്രത്തെ അവർ പകുത്തെടുത്തു. അപ്പം ഈ 22-ാം സങ്കീർത്തനം താഴെ നിൽക്കുന്ന ഓഡിയൻസിന്റെ മനസ്സിലോട്ട് ഇരച്ചു കയറും. എല്ലാം യഹൂദന്മാരാ. അപ്പൊ അവർക്ക് മനസ്സിലാവും ആ പ്രവചനങ്ങൾ ഓരോന്നും കൺമുൻപിൽ നടക്കുന്നു. എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു, എന്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, എന്റെ ദാഹത്തിന് അവർ ചൊറുക്കാ കുടിപ്പാൻ തരും. നോക്കിക്കണ്ടോ എന്ന് പറഞ്ഞാൽ യേശു 22-ാം സങ്കീർത്തനം റിസൈറ്റ് ചെയ്ത് കൊടുത്ത, അല്ലാതെ പിതാവ് ഒരിക്കലും പുത്രനെ കൈവിടത്തില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ട്രിനിറ്റിയാണ്, ത്രിയേക ദൈവമാണ്. അത് തമ്മിൽ പിരിയത്തില്ല. അത് തമ്മിൽ പിരിഞ്ഞെന്നും അവര് പിതാവ് പുത്രനെ കൈവിട്ടെന്നുള്ളത് സാത്താനിക് ഉപദേശമാണ്, സാത്താന്റെ ഉപദേശമാണ്. ചില സുറിയാനിക്കാരും അത് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും പിതാവ് പുത്രനെ കൈവിട്ടിട്ടില്ല. ആ പുത്രൻ തന്റെ പ്രാണനെ പിതാവിന്റെ കൈവിട്ടേച്ച് പോയവന്റെ കയ്യിലോട്ടാണ് ആ പ്രാണനെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഏൽപ്പിക്കുമോ? നമ്മളെ കൈവിട്ടേച്ച് പോയ ഒരാളുടെ കയ്യിലോട്ട് നമ്മളൊരു താക്കോൽ ഏൽപ്പിക്കുമല്ലോ, പിന്നല്ലേ പ്രാണൻ. ഞാൻ എപ്പോഴും പറയും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരിക്കലും പെന്തക്കോസുകാരല്ല. പിതാവും പരിശുദ്ധാത്മാവും പെന്തക്കോസുകാരല്ല, അതുകൊണ്ട് പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പെന്തക്കോസുകാരല്ലെന്ന് ഞാൻ പറയുന്നത് കുറ്റമായിട്ട് പറയുന്നതല്ല, അതുപോലത്തെ തിക്താനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ആ പുത്രൻ പിതാവിന്റെ കരികളിലേക്ക് കേൾപ്പിച്ചു. അതുകൊണ്ടാണ് ബൈബിളിൽ നിങ്ങൾ വായിക്കുന്നത് ദൈവമോ, ഏതാ പത്രോസിന്റെ പ്രസംഗമാണ്. പത്രോസ് ലീഹ പ്രസംഗിക്കുക പറയാ, ദൈവമോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ദൈവമോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. റോമാലേഖനം എഴുതുമ്പോൾ പൗലൂസ് ലീഹ പറയാണ്, പരിശുദ്ധാത്മാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ പിതാവും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് ഈ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. താൻ തന്നെ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, പിതാവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ അത്രമാത്രം കോൺഫിഡൻസ് യേശുവിനുണ്ടായിരുന്നു. അതാണ് വിശ്വാസം. ആ വിശ്വാസമാണ് എന്റെ നീതിക്കാധാരം. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ എത്രമാത്രം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ സാൽവേഷൻ എത്രമാത്രം ഉറച്ചതാണ്, അഷുറൻസ് ഓഫ് അവർ സാൽവേഷൻ, എത്ര ഉറച്ച രക്ഷയാണ് നമുക്കുള്ളത്. അപ്പോ വിശ്വാസം ആരുടെ വിശ്വാസമാണ്? യേശുവിന്റെ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആകയാൽ വിശ്വാസത്തിന്റെ നായകനും ആരാണ് നായകൻ? ഓതർ ഓഫ് അവർ ഫെയ്ത്ത് ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ജീസസ്. വിശ്വാസത്തിന്റെ നായകനും അടുത്തത് പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ. പൂർത്തി വരുത്തുന്നവൻ ആരാണ്? യേശു. അപ്പൊ വിശ്വാസത്തിന്റെ നായകൻ ആരാണ്? യേശു. പൂർത്തി വരുത്തുന്ന ആരാണ്? യേശു. എന്റെ റോൾ എന്താണ്? ബിഗ് സീറോ. നിങ്ങൾ ഓരോരുത്തരുടെയും റോൾ ആനമൊട്ട. ദിസ് ഈസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൂ ഗോസ്പൽ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങളെ ആരും ഒന്ന് രക്ഷിക്കപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ. നമ്മുടെ അനുസരണി പാടുന്നേക്കാൻ നല്ല രസമുണ്ടായിരുന്നല്ലേ? അവസാനം ഒന്നുകൂടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. അപ്പൊ തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കാൻ റൂഹായോട് ബന്ധിച്ചിടുവാൻ. അവിടെയാണ് നമ്മെ കൊണ്ട് റൂഹായോട് ബന്ധിക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. ഇതേ കാര്യം പൗലൂസ് പിന്നെ എഴുതുകയാണ്, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കും. അപ്പൊ one who starts a good work in you, who started that work? Not me. Who is the initiator? It's God. Who is the author of faith? That is Christ Jesus. Who is the finisher? That is Christ Jesus. And what is your role? What is your part? You are saved. You are included. This is glorious gospel. നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. This is a gospel of inclusion. ഇതാണ് ട്രൂ ഗോസ്പൽ. മറ്റേത് ഹെരസിയാണ്. നിങ്ങൾ അതിനെ നിരാകരിക്കുക. മതപ്രചാരകന്മാർ മതപ്രചരണ ഉപാധികളുമായി നടന്നുകൊള്ളട്ടെ. നിങ്ങൾ അവരെ ഓർത്ത് ബോധർ ചെയ്യേണ്ട. അത് മതമാണ്. പക്ഷെ നമ്മൾ നടക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ്. നമ്മുടെ തീം സോങ് ഇതാണ്.
you friends for joining. Thank you for watching. May God bless you.